വന്യമൃഗശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ നൂതന ഉപകരണം അവതരിപ്പിച്ച് കോട്ടപ്പടി മാറേനിയസ് കോളേജിലെ വിദ്യാർത്ഥികൾ. വന്യമൃഗത്തിന്റെ സാന്നിധ്യം പരിസരങ്ങളിൽ ഉണ്ടായാൽ ഉടൻ അലാറം മുഴക്കാൻ ഈ ഉപകരണത്തിന് കഴിയും. കൺട്രോൾ റൂമിലേക്ക് സ്വമേധയാ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന വിധം ഉപകരണം വികസിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. തട്ടേക്കാട്, പുന്നേക്കാട് ഭാഗങ്ങളിൽ ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ട്. ഹോം ഗാർഡ് എന്നാണ് ഉപകരണത്തിന്റെ പേര്. 12 മീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടായാലുടൻ ഈ ഉപകരണം അലാറം മുഴക്കും. ഇതുവഴി ആളുകൾക്ക് മുൻകരുതലെടുക്കാൻ കഴിയും. വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടുവരുന്ന സാഹചര്യത്തിൽ കോട്ടപ്പടി മാർഗാസ് കോളേജിലെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷനിലെ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ NSS വോളണ്ടിയേഴ്സും കൂടെ ഒത്തുചേർന്ന് കണ്ടുപിടിച്ചൊരു പ്രൊഡക്റ്റാണ്. ഞങ്ങളിതിന് ഇട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഗാർഡ് എന്നാണ്. മെയിൻലി ഹോം ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ തൊട്ട് 15 മീറ്റർ വരെ റേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ സോണാർ സെൻസസ് ആണ്. നൈറ്റ് മോഡാണ് മെയിൻലി വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൈറ്റുകളും പിന്നെ ഹൈ ആയിട്ടുള്ള പലതരത്തിലുള്ള സൗണ്ടുകളും ഇത് പ്രൊഡ്യൂസ് ചെയ്യും. പത്ത് മീറ്റർ തൊട്ട് 15 മീറ്റർ വരെ അടുത്തുനിന്ന് കേൾക്കും. കോട്ടപ്പടി മാറേനിയസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗവും NSS യൂണിറ്റും ചേർന്നാണ് സാങ്കേതികവിദ്യ കണ്ടെത്തി ഉപകരണം തയ്യാറാക്കിയത്. സെൻസറാണ് ഉപകരണത്തിന്റെ പ്രധാന ഘടകം. വന്യമൃഗങ്ങളുടെ ചലനം ഒപ്പിയെടുത്താണ് സാന്നിധ്യം പുറം ലോകത്തെ അറിയിക്കുന്നത്. ബാറ്ററിയിലും സോളാർ പവറിലും പ്രവർത്തിക്കും. അതിനാൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത പ്രദേശങ്ങളിലും ഘടിപ്പിക്കാനാകുമെന്നതാണ് പ്രത്യേകത. വന്യമൃഗങ്ങളുടെ ഫോട്ടോ ഒപ്പിയെടുത്ത് കൺട്രോൾ റൂമിലേക്ക് അയക്കുന്ന സാങ്കേതിക സംവിധാനം കൂടി ഉപകരണത്തോടൊപ്പം ചേർക്കാനും വിദ്യാർത്ഥികൾ ശ്രമം നടത്തുന്നുണ്ട്. കോതമംഗലത്തെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഹോം ഗാർഡ് സ്ഥാപിക്കുന്നതിനാണ് കോളേജ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ കാടത്വം നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മളിന്നിവിടെ വികസിപ്പിച്ച് നമ്മളിന്ന് ഈ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതുപോലെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളിലും കർഷകർക്ക് സൗജന്യമായിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ശബ്ദത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഒത്തിരി കിലോമീറ്ററുകൾ തൂക്കുവേലികൾ, ഫെൻസിങ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഫെൻസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു കാര്യം കൃഷിക്കാർക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നത് നമുക്ക് ഈ ഫെൻസിങ്ങിലെ വോൾട്ടേജ് നമുക്കെപ്പോഴും അവർക്ക് തന്നെ അത് ശ്രദ്ധിക്കാവുന്ന രീതിയിലുള്ള വോൾട്ടോമീറ്ററുകൾ ഇതും കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി നമ്മളിത് ചെയ്യുകയാണ്. പുന്നേക്കാട് ആദ്യ ഉപകരണം സ്ഥാപിക്കുന്നതിനുള്ള ചടങ്ങിൽ ആന്റണി ജോൺ MLA, കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ, സുനിൽ ജോസഫ്, ഡോക്ടർ ജോസഫ് ടി മൂലയിൽ, N പൂർണിമ, KK ടീന, R സഞ്ജീവ് കുമാർ, KS സിദ്ദിഖ്, CS ദിവാകരൻ, ജിജോ ആന്റണി, മനോജ് മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.